ഗായ്സ്, നമ്മൾ ഇന്നൊരു കോളിഫ്ലവർ മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് നല്ലൊരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ വരുന്ന ഒരു അടിപൊളി കോളിഫ്ലവർ മസാലയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഊണിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പൈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചാനലിലോട്ട് പോവാം. അപ്പോൾ ഇതിനേക്ക് വേണ്ടി നമ്മളൊരു കോളിഫ്ലവർ മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. അതിലുള്ള പച്ച ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിതൊരു ചെറിയ ചെറിയ പീസാക്കി നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവർ ചെറിയ കഷ്ണാക്കാതെയും കുറച്ച് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് നമ്മളിവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതിയാവും. ശേഷം നമ്മൾ നല്ല വെള്ളം എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഈ കോളിഫ്ലവർ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ വലിയുള്ളി 3 എടുത്തിട്ടുണ്ട്, തക്കാളി 2 എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പച്ചക്കറിയും വൃത്തിയാക്കി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം വൃത്തിയാക്കിയെടുത്ത് പച്ചക്കറികൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ വാഷ് ചെയ്ത് വെച്ചിട്ട് പച്ചക്കറികൾ ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി നമ്മളിങ്ങനെ കുത്തി ചതച്ചാണ് എടുക്കുന്നത്, നമ്മൾ അരച്ചെടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ഈ കോളിഫ്ലവർ വെക്കാൻ പറ്റിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടായി വന്ന ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയും അതിന് ശേഷം നമ്മൾ പച്ചമുളകും
അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്ന വേണ്ട സവാള മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റണം കേട്ടോ. അതിൻ്റെ ഒരു പച്ച ചുവയൊന്നും ഇല്ലാത്ത രീതിയിൽ വഴറ്റണം. അതിനുശേഷം നമ്മളിതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാ നമ്മളെ സവാള നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഇടേണ്ട നമ്മളിവിടെ ഒരു ആഡ് ചെയ്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മളെ എരിവിന് അനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ എരിവിനനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 3 ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ആ മസാലയൊക്കെ ഈ ഉള്ളിയിൽ കിടന്ന് നല്ല പച്ചമണം മാറുന്നത് വരെ വാടിയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാണ്. തക്കാളിയൊക്കെ ഒന്ന് നല്ല വെന്ത് വരുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറാവണ്ട, ഈ ഒരു മസാല കവർ ചെയ്യുന്ന രീതിയിൽ ഇച്ചിരി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് ഇതിൽ പാകം അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മസാല നല്ല രീതിയിലൊന്ന് ആയ ശേഷം നമ്മളിതിലേക്ക് കഴുകി മാറ്റി വെച്ച കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് ഈ കോളിഫ്ലവർ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ കോളിഫ്ലവറിലേക്കും മസാല എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മളൊരു നല്ല അടപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മസാല നമ്മൾ മൂടി വെക്കുന്നുണ്ട്. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ആവിയിൽ കിടന്ന് വേവണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഈ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അതിനുശേഷം നമ്മളിതിലേക്ക് ലേശം കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോളിഫ്ലവർ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ആ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അടി പിടിക്കാതെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളെ ഫൈനലി കോളിഫ്ലവർ മസാല. അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള കോളിഫ്ലവർ മസാലയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.